ആഡംബര ഹോട്ടലുകൾക്ക് റിവ്യൂ എഴുതിയാൽ വൻതുക പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ് തട്ടിപ്പ്. മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയുടെ 5 ലക്ഷത്തിലധികം രൂപ നഷ്ടമായി. വൻകിട ഹോട്ടലുകൾക്ക് റേറ്റിംഗ് കൂട്ടാനുള്ള റിവ്യൂ എഴുതിയാൽ ധാരാളം പണം ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു സൈബർ കുറ്റവാളികൾ സമീപിച്ചത്. ഇത്തരത്തിൽ ടെലഗ്രാം വഴിയായിരുന്നു നിരവധി ആളുകളെ പ്രലോഭിപ്പിച്ച് കെണിയിൽ വീഴ്ത്തിയത്. ആപ്പിൾ വെക്കേഷൻ എന്ന പേരിലുള്ള വ്യാജ കമ്പനിയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. വ്യാജ ജോലി വാഗ്ദാനത്തിൽ കുടുങ്ങിയ വള്ളിക്കുന്ന് സ്വദേശിയിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപയാണ് സൈബർ കുറ്റവാളികൾ തട്ടിച്ചെടുത്തത്. ആഡംബര ഹോട്ടലുകളുടെ റിവ്യൂ എഴുതി സ്ഥാപനത്തിന്റെ റേറ്റിംഗ് കൂട്ടിക്കൊടുത്താൽ നല്ല തുക പ്രതിഫലമായി നൽകുമെന്നായിരുന്നു മോഹന വാഗ്ദാനം. ഇതുപ്രകാരം ആദ്യ ദിനത്തിൽ 2500 രൂപ പ്രതിഫലം വള്ളിക്കുന്ന് സ്വദേശിക്ക് നൽകി. കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതിനായി മുന്നോട്ടു പോകാൻ 10,000 രൂപ തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടു. ഇത് നൽകിയപ്പോൾ പുതിയ ഓഫർ നൽകി 19,500 രൂപ വാങ്ങിയെടുത്തു. വരുമാനം കൂട്ടാനുള്ള ഓഫറുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ 65,000 രൂപ നൽകി. 2 ലക്ഷം അടയ്ക്കാനുള്ള പുതിയ ഓഫറിൽ വഴങ്ങാതായതോടെ ഫോൺ വിളികളും ടെലഗ്രാം വഴി ഭീഷണി സന്ദേശങ്ങളുമെത്തി. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി പിന്മാറാൻ ശ്രമിച്ചപ്പോഴേക്കും വ്യക്തിവിവരങ്ങളും ഫോട്ടോകളും തട്ടിപ്പ് സംഘം കൈക്കലാക്കിയിരുന്നു. പണം നൽകാൻ വിസമ്മതിച്ചതോടെ ടെലഗ്രാം വഴി നഗ്നഫോട്ടോ മോർഫ് ചെയ്തേച്ച് ഭീഷണിപ്പെടുത്തി. മാനഹാനിയും ഭയവും കാരണം പിന്നീട് പല ഘട്ടങ്ങളിലായി 5 ലക്ഷത്തോളം രൂപ നൽകി. ആശയവിനിമയം മുഴുവൻ ടെലഗ്രാമിലൂടെയായതിനാൽ പണം അപഹരിച്ച സംഘത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇത്തരത്തിൽ നിരവധി പേർക്കാണ് വ്യാജ ജോലി വാഗ്ദാനത്തിലൂടെ പണം നഷ്ടമായിട്ടുള്ളത്. ആദ്യം ചെറിയ തുക പ്രതിഫലം നൽകി വിശ്വാസം നേടിയെടുത്ത ശേഷമായിരുന്നു വൻതുക തട്ടിച്ചെടുക്കുന്നത്. സമീപകാലത്ത് ബഹുരാഷ്ട്ര ഐ.ടി. കമ്പനിയിലെ ജീവനക്കാരിക്കും സമാനമായി പണം നഷ്ടമായിരുന്നു. 72 ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് നഷ്ടമായത്. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കുമായി റിവ്യൂ എഴുതിയാൽ വൻതുക പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു സൈബർ കുറ്റവാളികൾ പൂനെ സ്വദേശിനിയായ 35-കാരിയെ സമീപിച്ചത്. ഇത്തരം കേസുകളിൽ സൈബർ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിനും വലിയ പരിമിതിയുണ്ട്. തങ്ങളുടെ വ്യക്തി വിവരങ്ങളെല്ലാം മറച്ചുവച്ചായിരിക്കും ഇവർ തട്ടിപ്പ് നടത്തുന്നത്.